ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ ഒരു കിടിലൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്കായി എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അഭിയുടെ കിടിലൻ ഡയലോഗാണ് കേട്ടോ അവിടെ. അതിനുശേഷം തന്നെ അഭി പറയുന്നുണ്ട്, ഇവരുടെ കല്യാണം 6 മാസം മുന്നേ കഴിഞ്ഞതാണ്. ലീഗലി രാഹുലിൻ്റെ ഭാര്യയാണ് അഞ്ജു. ഇവളെ വിളിച്ചുകൊണ്ട് ഇവൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴാണ് ഇവരെ ഇറക്കി വിട്ടത്. അത് ശരിയാണോ? അതിന് കൂട്ടു നിൽക്കാൻ സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്ന കുറച്ച് പേരും. എന്താണ് ഇങ്ങനെയൊക്കെ? പിന്നെ ഒരു കാര്യം നിങ്ങൾക്കറിയോ? നിങ്ങൾ ഇവിടുന്ന് പോയാൽ തന്നെ നിങ്ങളുടെ സസ്പെൻഷൻ ഞാൻ അത് റെഡിയാക്കിയിട്ടുണ്ടെന്ന രീതിയിലായിട്ടാണ് പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് പോലീസുകാർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഞങ്ങൾ വന്നതാണ്, ഞങ്ങൾ ഈ കാര്യത്തിലില്ല, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നു. ആ സമയത്ത് തന്നെ ഹരിതയോട് നമ്മുടെ അഭി ചോദിക്കുന്നുണ്ട്, എന്താ മാഡം ഇനി വല്ല തറ നമ്പറും കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം അഭി, നീ മനസ്സിലാക്കിക്കോ, എന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയ നിന്നെ ഞാൻ ശരിയാക്കി തരുമെന്നും പറയുന്നുണ്ട് ഹരിത. നീ എന്നെ ശരിയാക്കുകയല്ല, ഞാൻ നിന്നെ ശരിയാക്കൂടി എന്ന് പറഞ്ഞിട്ട് ഒരു പിടിച്ചൊരു തള്ളങ്ങ് തള്ളുന്നുണ്ട് കേട്ടോ. മര്യാദയ്ക്ക് കയറി പോവായിരിക്കും നിനക്ക് നല്ലത്, അല്ലാതെ എൻ്റെ ഒപ്പം നിൽക്കാനായിട്ട് നീ ആളായിട്ടില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഹരിത പോകുമ്പോഴത്തേനും അഞ്ജുവിനാണെങ്കിലോ അഭിയോട് വളരെയധികം സ്നേഹം, ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അഭി സോറി, ഇക്കാര്യം നിന്നോട് ഞാൻ പറഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ വിഷമിക്കണ്ട, എന്തായാലും രാഹുൽ ചേട്ടൻ ആള് കേമനാണല്ലോ. കാരണം ജാൻസികളുടെ മതിലൊക്കെ ചാടിയിട്ട് അഞ്ജുവിനെ കാണാൻ വന്നതൊക്കെ ഇപ്പോഴല്ലേ ഇപ്പം മനസ്സിലായത്. നിന്നോട് ആരാ ഇതെല്ലാം പറഞ്ഞത്? വർഷയാണ് ഇതെല്ലാം എന്നോട് പറഞ്ഞത്. പക്ഷേ വർഷയ്ക്ക് ന്യൂസ് കൊടുത്തത് ശിവയുടെ അമ്മ തന്നെയാണ്. അപ്പോൾ വർഷ എന്നോട് നിവർത്തിയില്ലാത്തതുകൊണ്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. കേട്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിയെങ്കിലും നിന്നെ രക്ഷിക്കാൻ ഞാനല്ലേ വരാനുള്ളൂ. പിന്നെ പറഞ്ഞു നിൽക്കാൻ സമയമൊന്നുമില്ല, എനിക്ക് നല്ല വിശപ്പുണ്ട്, വല്ലതും എടുത്ത് തന്നേ, കഴിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് വയനാട്ടിൽ തന്നെയാണ്. അങ്ങനെ നാരായണി ചേച്ചിയും അതുപോലെ തന്നെ വർഷയും കൂടെ തങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് അവർക്ക് മോൾക്ക് നല്ല സ്നേഹം തരുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോൾ സന്തോഷമായിട്ട് അവിടെ ജീവിച്ചാൽ മതി. പിന്നെ മോളുടെ കൂടെ ഉണ്ടായിരുന്ന ആ പയ്യനുണ്ടല്ലോ, അവൻ മോളെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അവൻ്റെ അവൻ്റെ സംരക്ഷണത്തിൽ മോൾ എന്ന് സുരക്ഷിതത്വം നൽകിയിരിക്കുമെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാരായണ ചേച്ചി, മോളെ അവൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എതിർത്ത് പറയാനൊന്നും പോകണ്ട കേട്ടോ. സിദ്ധാർത്ഥിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി മോള് അവനോട് ദേഷ്യപ്പെടാനും പാടില്ല, എല്ലാം മറക്കണം. അവൻ നിനക്കൊരു ജീവിതം തരുവാണെങ്കിൽ അവൻ നല്ല പയ്യനാണ് മോനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു മാങ്ങയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി മാങ്ങയാണ് അത്, കണ്ണിമാങ്ങ. ഉപ്പും മുളകും അതുപോലെ ഉള്ളിയൊക്കെ ചേർത്ത് കഴിച്ചാൽ സൂപ്പറായിരിക്കും, താനൊന്ന് കഴിച്ചു നോക്കിയത് പറഞ്ഞിട്ട് വർഷയ്ക്കിടെ വായിൽ വെച്ച് കൊടുക്കുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന നാരായണി ചേച്ചി ചിരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നളിനി നിൻ്റെ മോളുടെ ഇപ്പോഴത്തെ സന്തോഷം കണ്ടോ, ഇതൊന്നും കാണാൻ നീ ഇല്ലല്ലോ എന്നും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഇവിടുന്ന് നമുക്ക് പോകാം. പിന്നെ അഭി കുറച്ച് സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞില്ലേ, കാച്ചിലോ ചേമ്പോ, അതൊന്നും വേണ്ട, നമുക്ക് തിരിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ശരി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഷാർമിള കേട്ടോ. ഹരിത വന്നിട്ട് ഷാർമിളയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. നിങ്ങളാണല്ലോ ആ ഒരു ന്യൂസ് അവർക്ക് കൊടുത്തത്, അതുകൊണ്ടല്ലേ അവർ മുൻകരുതലെടുത്തത്, അവിടെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട്. പിന്നെ ഞാൻ എന്ത് വേണോടി, നിന്നെ ഞാൻ ഇത്രയും വളർത്തി വലുതാക്കിയത് ഞാനാണ്, നിൻ്റെ സ്വഭാവം അത്ര ശരിയാവുന്നൊന്നുമില്ല. നോക്ക്, നിൻ്റെ ഡാഡിയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഉടനെ ഇവിടെ എത്തും, നിൻ്റെ ഈ ഒരു സ്വഭാവമൊക്കെ അദ്ദേഹം മാറ്റിത്തരുമെന്ന് പറയുന്നു കേട്ടോ. എൻ്റെ ഡാഡി എനിക്ക് വേണ്ടിയിട്ടാണ് നിൽക്കാല്ല, നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും വേണ്ടിയിട്ടല്ല, എൻ്റെ ഭാഗത്താണ് ന്യായം. നീ ഒരു കാര്യം നോക്കിക്കോ, ഇവിടെ സ്വയം ഇഷ്ടത്തിന് ചെയ്തിട്ടുള്ള ഒരാളിപ്പോൾ എവിടെ കിടക്കുന്നത് എന്നുള്ളത്, അതുപോലെ ആവരുത് നിൻ്റെ അവസ്ഥ. നോക്ക്, ഞാൻ ഭാര്യയ്ക്കാണോ മകൾക്കാണോ ഒരു ഭർത്താവിൻ്റെ കാര്യത്തിൽ കൂടുതൽ അധികാരം എന്നുള്ളത് കാണാലോ, വരട്ടെ നിൻ്റെ ഡാഡി എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന അഭി ബർഗറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് മൃദുലും വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ അഭിയുടെ ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ട് അഞ്ജുവിന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അഞ്ജു പറയുന്നുണ്ട്, ഇപ്പോഴാണോ നീ ഒരു വക്കീലാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ അഞ്ജു നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഞാൻ, പിന്നെ ഈ ഒരു കേസൊക്കെ എനിക്ക് പറ്റിയ ശീല കേസുകളാണ്, ഇതൊന്നും ഞാൻ എടുക്കാറില്ല, പിന്നെ നിന്നെ ഓർത്ത് മാത്രമാണെന്നൊക്കെ പറയുന്നു കേട്ടോ. ആ സമയത്ത് എൻ്റെ അഭി തള്ളല്ലേ കേട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഇനി കാര്യങ്ങൾ നല്ല രീതിക്ക് നമുക്ക് നോക്കണം. പിന്നെ
പിന്നെ ആ സ്വത്തിൻ്റെയും വിവരത്തിൻ്റെയും കാര്യങ്ങളെല്ലാം തന്നെ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ രാഹുൽ ഏട്ടനെ എന്നെ ഏൽപ്പിക്കണം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഹരിതയിൽ നിന്ന് നമുക്കത് വിട്ട് കിട്ടുമോ നോക്കാമല്ലോ. പിന്നെ അതൊക്കെ അതിൻ്റെ മുന്നേ ഒരു കാര്യമുണ്ട്. വർഷയും വിവേകും എവിടെ എത്തിയെന്നൊന്ന് വിളിച്ചു ചോദിക്കണം എന്നും പറയുന്നുണ്ട്. അങ്ങനെ വർഷയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ആ സമയത്ത് നമ്മുടെ വിവേകാണെങ്കിൽ വർഷയ്ക്ക് ഫുഡ് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഫുഡെന്ന് ചോദിക്കുമ്പോഴത്തേനും അടിപൊളി ഫുഡാണ്, തട്ടുകടയിലെ ഫുഡൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനേ വാരി തന്നുകൊണ്ടാ, അല്ലാതെ ഫുഡ് കൊള്ളാവുന്നതുകൊണ്ടല്ല എന്നൊക്കെ പറയുന്നു. അതിനുശേഷം തന്നെ നിങ്ങൾ എവിടെ എത്തി, ഞങ്ങൾ ഇപ്പോൾ തന്നെ തിരിക്കും എന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തായി കാര്യങ്ങളൊക്കെ തക്ക സമയത്ത് നമ്മുടെ അഭിവക്കീൽ വന്നതുകൊണ്ടുകൂടി കാര്യങ്ങൾ ശുഭമായിട്ട് അവസാനിച്ചു എന്നും പറയുന്നുണ്ട്. പിന്നെ വിവേകേട്ടൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അഭി. വിവേക് ഇവിടെ തന്നെ ഉണ്ട്, സ്പീക്കറിലിട്ടിരിക്കുകയാണ് ഫോൺ. അപ്പം ഞാൻ എങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കും? അത് പറ്റില്ലല്ലോ. എന്താ അഭി നിനക്ക് പറയാനുള്ളത്? കാച്ചിലും ചേമ്പും കൊണ്ടുവരേണ്ട കാര്യമല്ലേ? അതൊന്നുമല്ല, പിന്നെ കുറച്ച് കൂർക്കയും കൂടെ വാങ്ങിക്കണേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അഭിയുടെ ഈ തമാശയിൽ എല്ലാവരും ചിരിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ എന്നാൽ പെട്ടെന്ന് വായോ എന്ന് പറയുന്നു. ഇന്നേ രാഹുലിൻ്റെയും അതുപോലെ തന്നെ അഞ്ജുവിൻ്റെയും ഫസ്റ്റ് നൈറ്റ് അല്ലേ, ഇത് നമുക്ക് അവരെ ഇവിടെ വിട്ടാലോ എന്ന് പറയുന്നുണ്ട്. അതൊന്നും വേണ്ട എന്നും അഞ്ചു പറയുന്നുണ്ട്. രാഹുലിന് അതിനോടൊരു താല്പര്യമൊക്കെ ഉണ്ട്. അതിനുശേഷം തന്നെ വർഷ പറയുന്നുണ്ട് ഞങ്ങൾ ഉടനെ എത്തും, അഞ്ജുവിനെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരി ഇപ്പം തന്നെ ഇറങ്ങാം എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ വിവേക് വർഷയോട് പറയുന്നുണ്ട് ഇന്ന് രാഹുലിൻ്റെയും അഞ്ജുവിൻ്റെയും ഫസ്റ്റ് നൈറ്റ് അല്ലേ, ഇന്ന് അവരവിടെ നിൽക്കട്ടെ അല്ലേ, നമുക്ക് വേണമെങ്കിൽ താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്, നമുക്ക് പോകാം വന്ന് എന്ന് പറയുന്നു. അങ്ങനെ വേറൊരാളോട് ഇവർക്ക് അത് ടൗണിലേക്ക് പോകാനുള്ള വഴിയൊക്കെ ചോദിക്കുമ്പോഴത്തേനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ എത്തിപ്പെടുന്നത് ഒരു കാട്ടിലാണ് കേട്ടോ. അവിടെ എത്തിപ്പെടുമ്പോഴത്തേനും വർഷ പറയുന്നുണ്ട് നമുക്ക് വഴി തെറ്റിയെന്ന് തോന്നുന്നു. തനിക്ക് ഇപ്പോഴാണോ തോന്നുന്നത്? എനിക്ക് എപ്പോഴോ തോന്നി, പക്ഷേ ഇന്ന് എന്താ വണ്ടി നിർത്താത്തത്? വണ്ടി നിർത്താത്തതിന് ഒരു കാരണമുണ്ട്. ഇത് എവിടെയാണ് എത്തുന്നതെന്ന് നോക്കട്ടെ, അതിനനുസരിച്ച് നമുക്ക് അവിടുന്ന് മാപ്പിടാമെന്ന് കരുതി. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രാത്രിയായി എന്ന് പറയുന്നുണ്ട് വിവേക്. മാത്രമല്ല ഇരുട്ടും വല്ലാതെ തണുക്കുന്നു. ഇപ്പോൾ എന്ത് ചെയ്യും? നല്ല ആരെയും വരുന്നുണ്ടോ നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം എന്നായി. വീണ്ടും അഭിയാണെങ്കിലോ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം തന്നെ ശിവയാണെങ്കിലോ അവിടെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ MGK മീഡിയ രക്ഷപ്പെടാൻ പോവുകയാണ്. എല്ലാവരും ഇതിൽ പങ്കെടുത്തോ, നിങ്ങൾക്കെല്ലാം തന്നെ ഇനി ലാഭം ഉണ്ടാവുള്ളൂ. ഇനി സാലറിയെക്കുറിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട, അതെല്ലാം തന്നെ കിട്ടുമെന്നും പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് കാര്യം നിന്നോട് പറയാനുണ്ട് ശിവ എന്ന് പറയുന്നുണ്ട്. എന്താടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ. പിന്നെ വസുന്ധര ആൻറ്റി അറിയരുത്, നീ എനിക്ക് പ്രോമിസ് ചെയ്യണം. അതെന്താണോ അങ്ങനെ? ഇല്ല, ഞാൻ ആരോടും പറയില്ല, വസുന്ധര ആൻറ്റി അല്ല ആരോടും പറയുകയില്ല എന്നും പറയുന്നു കേട്ടോ. എന്നാൽ പ്രോമിസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പ്രോമിസ് മേടിക്കുന്നു. പിന്നെ അഞ്ജു അഞ്ജുവിനെ ഒരു പയ്യനെയും മല്ലികയൊക്കെ കണ്ടു എന്ന് പറഞ്ഞത് നേരാണ്. അഞ്ജുവിൻ്റെ കൂടെ കണ്ടത് മറ്റാരുമല്ല, തൻ്റെ കസിനായിട്ടുള്ള രാഹുൽ ചേട്ടനെയാണെന്ന് പറയുന്നു. എന്തൊക്കെയാണ് പറയുന്നത്? അപ്പോൾ അവർ രണ്ടുപേരും പ്രണയത്തിലാണോ? പ്രണയത്തിൽ മാത്രമല്ലടോ, അവർ കല്യാണം കഴിച്ചവരുമാണ്. 6 മാസം മുന്നേ ലീഗലി മാരീഡാണ് അവർ എന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ശിവയ്ക്ക് ആകെ ദേഷ്യം വരൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിവേകും അതുപോലെ വർഷയും ഒറ്റയ്ക്കാണോ വയനാട്ടിലേക്ക് പോയിരിക്കുന്നത്? അതറിയുമ്പോഴാണ് കൂടുതൽ ദേഷ്യം വരുന്നത്. അതെ, എന്താ നീ ഈ പണി കാണിച്ചത്? അവരൊറ്റയ്ക്കാണോ വയനാട്ടിലേക്ക് വിടുന്നത്? എല്ലാവരും കൂടി ചേർന്ന് എന്നെ പറ്റിക്കുമായിരുന്നല്ലോ. ഏത് പെണ്ണാണ് സഹിക്കുക? താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളുടെ കൂടെ വേറൊരു പെണ്ണിനെ വിടാൻ? നീയൊക്കെ എന്നെ ചതിക്കുകയല്ലേ ചെയ്തത്? ഇതൊന്നും ഞാൻ പൊറുക്കാൻ പോകുന്നില്ല. ഇപ്പം തന്നെ ഞാൻ ആൻറ്റിയെ വിളിച്ച് കാര്യങ്ങൾ പറയുമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തിനാണോ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്തിനു നീ ഇങ്ങനെ പാനിക് ആവേണ്ട ആവശ്യം എന്താ? ഇതൊക്കെ ഒരു നിസ്സാര കാര്യമല്ലേ. അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ഇല്ല, ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല, ഞാൻ ഇവിടുന്ന് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം തന്നെ ശിവ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോകുന്നു. ആകെ ദേഷ്യം വരുന്നുണ്ട്. കാരണം വിവേകിന് കൂടെ വർഷയെ കണ്ടോടുകൂടി തന്നെയാണ് ശിവയ്ക്ക് നല്ല ദേഷ്യം. എന്തായാലും അഭി പറയുന്നുണ്ട് ഞാൻ എന്തിനാ ഇവളോട് ഇത് പറയാൻ കാരണം എന്ന് വേണ്ടായിരുന്നു എന്ന രീതിയിലാണ് കേട്ടോ. ഇനി എന്താ വരാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ